ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ അവരുമായി വഴക്കുണ്ടാക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സമയം അവർ ഇന്നലെ മുതൽ ഞങ്ങളെ പിന്തുടരി തുടങ്ങിയതാണ് അച്ഛാ, പിന്നെ എങ്ങനെ ഇവനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നീയൊന്നും ഇങ്ങനെ വഴക്ക് കൂടാതെ എന്നിങ്ങനെ പറഞ്ഞിട്ട് സൂര്യയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ആ സമയം ഈശ്വര, ഇവനായിട്ട് എവിടെ പോയാലും ഈ അവസ്ഥയാണല്ലോ എനിക്കുണ്ടാവുന്നത് എന്ന ഭാവത്തിലാണ് കേട്ടോ പത്മയുടെ നിൽപ്പ്. ഇതേ സമയം ഉടൻ തന്നെ സൂര്യ പറയണേ, അച്ഛൻ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്, ഞാനല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, അവരുമായി വിടടാ, നീ വെറുതെ വഴക്കിന് പോയല്ലേ എന്ന് പറയുന്ന സൂര്യ പിന്നീട് അവിടെ നോക്കുമ്പോൾ നന്ദിനിയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ കാണാം ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നാൽ ഈ ലോറി വന്നിട്ട് നന്ദിനിയെ അതിലോട്ട് പിടിച്ചിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കണം, അച്ഛൻ നന്ദിനി എവിടെയെന്ന് പറയുന്നുണ്ട്. ആ സമയം നന്ദിനി അവിടെ എങ്ങും ഇല്ല കേട്ടോ. അപ്പോഴേക്കും സൂര്യ പുറത്തോട്ട് ഓടിച്ചെല്ലാണ്. നന്ദിനി അവിടെ എങ്ങാനും ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ സൂര്യ ഓടിച്ചെല്ലുന്നത്. പക്ഷെ അവിടെ എങ്ങും നന്ദിനിയില്ല. കപ്പാണെങ്കിൽ താഴെ കിടക്കുന്നു. ഇത് കാണുന്ന സൂര്യക്ക് പേടി വരാൻ, അച്ഛാ ഇപ്പം എന്തായി, നന്ദിനിയെ കാണുന്നില്ല, അവന്മാരെവിടെയെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി ചെല്ലുക. അവർക്ക് ഇടി കിട്ടിയ ആ വേദന കൊണ്ട് പൊളയുന്ന ആ ഒരു ഇരുത്തമാണ് കേട്ടോ അവിടെ കാണുന്നത്. ഇതേ സമയം അച്ഛാ നന്ദിനി എവിടെ പോയി, നന്ദിനി എവിടെ എങ്ങും കാണുന്നില്ലല്ലോ, നന്ദിനിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇവന്മാരാണെങ്കിലോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഭാവത്തിൽ, സൂര്യയെ വരുത്തി തീർക്കാനുള്ള ആ ഭാവത്തിൽ അവന്മാരവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം പത്മ ഇവളെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായല്ലോ, ഇത് എങ്ങോട്ടാണ് പോയത്. ആ സമയം സൂര്യ നന്ദിനിയെ ഞാനൊന്ന് നോക്കട്ടെ, പരക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആ ഗുണ്ടകൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ പറയണേ, അച്ഛൻ നന്ദിനിക്ക് എന്താ പറ്റിയത്, ഇവിടെ CCTV ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പാകിസ്ഥാനിയുടെ മുന്നിലോട്ട് പോവുകയാണ് കേട്ടോ. ആ ഹോട്ടലിൻ്റെ ഉടമയുടെ മുന്നിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയം അവർ പറയുകയാണ്, അയ്യോ ഇവിടുത്തെ CCTV കേടാന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഇവിടെ CCTV ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കേടാണെന്ന് പറയട്ടോ. ഇതും കൂടി കേൾക്കുന്നതിനോട് കൂടി തൻ്റെ ഉള്ളിൽ പടാപടപ്പ് തുടങ്ങിയിട്ടോ, നെഞ്ചിടിപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, അച്ഛൻ നന്ദിനിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു, നന്ദിനിയെ കാണുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, അവളെങ്ങാനും അവളുടെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ, ഇല്ല നന്ദിനി അങ്ങനെ എന്നോട് പറയാതെ എങ്ങോട്ടും പോവില്ല, നന്ദിനിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുകയാണ് അച്ഛൻ നന്ദിനിയെ കണ്ടെത്തണം മോനെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അപ്പോഴേക്കും വിജയും അവിടെയൊക്കെ നോക്കാൻ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് വിജയും സൂര്യയും യതീന്ദ്രനും കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം പത്മയാണെങ്കിലോ ഈശ്വര വല്ലാത്തൊരു കഷ്ടം തന്നെ. അങ്ങനെ പത്മയും ഇവരും പോലീസ് സ്റ്റേഷനിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് നേരെ പോവുകയാണ് കേട്ടോ. ഈ സമയം മമ്മി ഇവളെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായല്ലോ, ഇവളുടെ തന്നിഷ്ടത്തിന് എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോയി മറ്റുള്ളവർക്ക് ഇതാവാൻ എന്നൊക്കെ പറയുമ്പോൾ പത്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ മമ്മി എന്താ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ നിൽക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വിജയ് കിട്ടിയിട്ടില്ലല്ലേ, വിജയ് എന്തിനാ അവരുടെ കൂടെ പോയതെന്ന് പറയുന്നുണ്ട്. പിന്നീട് സൂര്യ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന രംഗമാണ് കേട്ടോ. അങ്ങനെ സൂര്യ ഓടി ചെല്ലാണ് എസ്ഐയുടെ മുന്നിലോട്ട്. SI ആണെങ്കിലോ ഒരു ഒരു ലെവലില്ലാത്തൊരു SI ആണ്. അങ്ങനെ കറക്റ്റിന് കേസും കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അങ്ങനത്തെ ഒരു SI ആണ് കേട്ടോ. ഈ ഒരു സമയം SIയുടെ മുന്നിലോട്ട് സൂര്യ എത്തിയിട്ട് പറയാണ്, അദ്ദേഹം എൻ്റെ ഭാര്യയില്ലേ, എൻ്റെ ഭാര്യയെ ആ ഹോട്ടലിൽ വെച്ച് കാണാതായി, എൻ്റെ ഭാര്യയെ പെട്ടെന്ന് കണ്ടെത്തി തരണം, ഈ സ്ഥലം ഞങ്ങൾക്ക് അത്ര പിടിയില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയെ കണ്ടെത്തി തരണം എന്ന് പറയുമ്പോൾ, എടോ തൻ്റെ ഭാര്യ ഏതാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണോ അറിയാം, എൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അവർ പറയാണ്, എന്തായാലും സമാധാനപ്പെട്ട്, ഞങ്ങൾ വേണ്ട വിധത്തിൽ അങ്ങനെ നോക്കിക്കോളാം എന്ന് പറയുന്നത്. ഈ സമയം സൂര്യ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിറകെ ഒരു ലോറിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഒരാളെ സംശയമുണ്ട്, എന്നാൽ ആ ലോറിയുടെ നമ്പർ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അതൊന്നും എനിക്കറിയാം, പിന്നെ എങ്ങനെയുണ്ട് ഏതെല്ലാം ലോറികൾ ഇവിടെ പോകുന്നുണ്ട്, എല്ലാ ലോറിയുടെയും പിറകെ ഞങ്ങൾ പോകണമെന്നാണ് നീ പറയുന്നത്. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ എന്താണ്, ഡാഡി ഇനി എന്താ ചെയ്യുക, ഈ ഒരു സ്ഥലം നന്ദിനിക്ക് അത്ര പിടിയില്ല, ഈശ്വര എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോനെ നീ സമാധാനപ്പെട്, നമുക്കൊരു വഴി ഉണ്ടാക്കാം. അപ്പോൾ സൂര്യ പറയണേ, ഞാൻ എന്തായാലും പോയി തിരക്കട്ടെ. അപ്പോഴേക്കും വിജയ് ഇങ്ങനെ പുറത്തു കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അങ്ങനെ ഓടി വന്നിട്ട് ഉടൻ തന്നെ എന്തായി കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വിജയ് പറയാണ്, പരാതി കൊടുക്കാൻ പോയിട്ടേ ഉള്ളൂ, നന്ദിനിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നിങ്ങനെ വിജയ് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഉടൻ തന്നെ നമ്മളെന്തിനാ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്, നമുക്ക് പോയിക്കൂടെ വീട്ടിലോട്ട്, അവളെ തിരക്കി നമ്മളെന്തിനാ ഇവിടെ കാത്തു നിൽക്കുന്നത്, മമ്മിയുടെ മൗനാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ ഇന്ദ്രജി പറയുന്നുണ്ട്. ആ സമയം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും വിജയ് വന്നിട്ട് പറയാണ്, പരാതി കൊടുത്തിട്ടുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് യതീന്ദ്രൻ കയറി വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, എന്താ ഇനിയിപ്പോൾ ചെയ്യുക. അപ്പോഴേക്കും പത്മ പറയണേ, നിങ്ങൾ
ഇനി വീട്ടിലോട്ട് വരുന്നില്ലേ, നിങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോയിക്കോ. നന്ദിനി എവിടെ എന്താണെന്നറിയാതെ ഈ സമയം എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ വിജയും പത്മയെയും ഇന്ദ്രജയും. ഈ സമയം നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ഒരുപാട് തവണ പത്മ ചോദിക്കും. നിങ്ങൾ പെട്ടെന്ന് എത്തണം, നാളെ നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം അത് ആഘോഷിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിടുകയാണ് കേട്ടോ. ഈ സമയമാണെങ്കിലോ ഇന്ദ്രജ് പറയണം, മമ്മി എന്തിനാണ് ഡാഡി അവിടെ ഇട്ടേച്ച് പോകുന്നത്, അവളെ അവിടെ നിന്നും പിന്നെ കണ്ടെത്താനും മമ്മി എന്തിനാ അതിന് കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. തൻ്റെ മമ്മി എന്ത് ചോദിച്ചാലും ഇവിടെ മൗനമാകുമ്പോൾ ഇവർക്കൊക്കെ ഒരു പേടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ യാത്രയാവുകയാണ്. എന്നാൽ സൂര്യ ആണെങ്കിലോ ആ റോഡ് മുഴുവൻ പരക്കെ നന്ദിനിയെ തേടി അലയുകയാണ് കേട്ടോ. സൂര്യക്ക് സങ്കടം സഹിക്കുന്നില്ല. നന്ദിനി, നീ എങ്ങോട്ടാണ് പോയത്, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നത് ഉറപ്പാണ്, ആരോ നിന്നെ മനഃപൂർവ്വം പൂട്ടിയിരിക്കുന്നത് എന്നുള്ള ആ രീതിയിലാണ് കേട്ടോ ഇങ്ങനെ ഓടിപ്പോകുന്നത് കേട്ടോ. അങ്ങനെ സൂര്യ ഒട്ടൊക്കെ നോക്കിയിട്ടും താൻ കാണുന്നില്ല. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ അടുത്ത് വീണ്ടും എത്താണ്, പോലീസ് സ്റ്റേഷനിലോട്ട് വീണ്ടും എത്താണ് കേട്ടോ. അങ്ങനെ സൂര്യ പറയുന്നുണ്ട് അവിടെ എവിടെ ഇല്ലയെന്ന്. ആ സമയം കാണാൻ നന്ദിനി ഇങ്ങനെ കാണിക്കുന്നു. ലോറിയുടെ പിറകിൽ കൈയും കാലും മുഖമൊക്കെ കെട്ടിയിട്ട് നന്ദിനി ഇങ്ങനെ യാത്രയാവുന്ന രംഗമാണ്. വേറെ ഗുണ്ടകൾ പരസ്പരം ചിരിക്കുന്ന കേട്ടോ. അപ്പോഴേക്കും ഈ ഹോട്ടലിരിക്കുന്ന ഗുണ്ടകൾ ഇനി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവർ ഇവരുടെ അടുത്തോട്ട് പോകുന്ന ആ ഒരു രംഗമുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗയുടെ ഗുണ്ടകൾ നന്ദിനിയെ പിടിച്ചിരിക്കുന്നതാണ്. ഇതേ സമയം ഈ വാക്കുകളെല്ലാം ഇങ്ങനെ സൂര്യയോട് നന്ദിനി പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, താൻ നല്ല സൂക്ഷിക്കണം, അവരുമായി വഴക്കിടരുതെന്ന്. അപ്പോൾ സൂര്യക്ക് തോന്നണം അവർ തന്നെയാണ് ഇതിൽ പിറകിൽ കളിച്ചത്, അവർ തന്നെയാണെന്ന് അങ്ങനെ സൂര്യക്ക് തോന്നണം കേട്ടോ. അങ്ങനെ സൂര്യ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് സൂര്യ പരാതി വീണ്ടും പറയുകയാണ് കേട്ടോ. എന്താ നന്ദിനിയെ കൊണ്ടുപോയത് ആ ഗുണ്ടകൾ തന്നെ, എന്നാൽ ഗുണ്ടയുടെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഗുണ്ടകളുടെ ഫോട്ടോ ഉണ്ടാവില്ലോ, അത് വെച്ച് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയം സൂര്യക്ക് ആകെ ടെൻഷനാവുകയാണ്. എന്നാൽ വീട്ടിലെത്തിയ പത്മയുടെ മുന്നിലോട്ടും ഈ പറയുന്ന വേദയുടെ മുന്നിലോട്ടും ഇന്ദ്രജയുടെ മുന്നിലോട്ട് വേദ എത്തുകയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോയത്, നിങ്ങളെന്താ ഒന്നും പറയാതിരുന്നത്, അതൊന്നും പറയണ്ട, ഡാഡി എവിടെ, അദ്ദേഹം ആ നന്ദിനിയെ കാണാനില്ല, എവിടെ പോയാലുണ്ടല്ലോ അവളായിട്ട് പോയ പ്രശ്നങ്ങൾ, അവളെ ഇടക്കിടക്ക് ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ടാണ്, എന്തതിൻ്റെ പ്രത്യേകത എന്നറിയില്ല, അപ്പോഴേക്കും എന്താ സത്യത്തിൽ സംഭവിച്ചത് അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കൈ കഴുകുന്നതിനിടയ്ക്ക് വഴക്കും പിടിയൊക്കെ ഉണ്ടായി, അങ്ങനെ ഈ സമയം അവളെ കാണാതായി, പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ സമയം ഇങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ് പറയാണ്, ഈ മമ്മിയുടെ സ്വഭാവമാണ് ഞങ്ങൾക്ക് പിടിക്കാത്തത്, ഈ മമ്മി ഡാഡി അവിടെ തിരയാൻ വേണ്ടി വിട്ടുകൊടുത്ത് പോന്നിരിക്കുന്നു, എന്തിനാ മമ്മി അത് ചെയ്തത്, മമ്മി ചില സമയങ്ങളിൽ മൗനമാവുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പത്മ ഇങ്ങനെ ദൂഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം നന്ദിനിയാണ് കാണിക്കുന്നത്. നന്ദിനിയെ ഗുണ്ടകളെല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. നന്ദിനിയെ ലോറിയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോവുകയാണ്, മുഖക്കെ കെട്ടിയിട്ട് ഒരു ഗോഡൗണിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവരിങ്ങനെ പരസ്പരം ചിരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ നന്ദിനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഈ ജീപ്പിലെ ഗുണ്ടകൾ അവിടോട്ട് എത്തുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കളി വിജയിച്ചിരിക്കുന്നു, ഇനി നീ ഞങ്ങളോട് സഹകരിച്ച ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പെട്ടെന്ന് നടക്കും, അതിന് നീ സഹകരിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവൻ കിട്ടും, അല്ലെങ്കിൽ നിനക്ക് മരണമാണ് മുന്നിൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.